ബ്ലീഡിങ് വന്നതിനു പിന്നാലെ 8 തവണ പ്രസവവേദന വിട്ടു വന്നിട്ടും ടെൻഷൻ അടിക്കാതെ ഇത്ര ജോളിയായി ലേബർ റൂമിലേക്ക് പോകുന്ന ആദ്യത്തെയാൾ ഒരു പക്ഷേ ശീതൾ എൽസി ആയിരിക്കും. ഡെലിവറി വ്ളോഗ് അത്രയധികം ഇൻസ്പയറിംഗ് ആണെന്നാണ് ആരാധകരുടെ പക്ഷം. ഇത്രയും ഹാപ്പിയായ ഒരു ഡെലിവറി സ്റ്റോറി മുൻപ് എവിടെയും കണ്ടിട്ടില്ല. പ്രസവ വേദനയിലും അത്ര ഹാപ്പി ആയിട്ടാണ് ശീതൾ എൽസ പ്രസവിക്കാനായി പോയത്. ഡെലിവറി വ്ളോഗ് വന്നതോടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന കമൻറ്റുകളാണിത്. സോഷ്യൽ മീഡിയയിലെ വളരെ പരിചിതരായ ശീതളിനും വിനുവിനും ആദ്യത്തെ കൺമണി ജനിച്ച സന്തോഷ വാർത്ത ദമ്പതികൾ നേരത്തെ പങ്കുവച്ചതാണ്. ഇപ്പോഴിതാ അതിനു പിന്നാലെ ടെൻഷനും സന്തോഷവും നിറഞ്ഞ കഥയുമായി എത്തിയിരിക്കുന്നു. തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ശീതളും വിനുവും ഗർഭകാലത്തും ഒട്ടും കുറച്ചിരുന്നില്ല. പ്രസവം തന്നെ ലൈവാക്കും വിധമാണ് ഏറ്റവും പുതിയ വ്ളോഗ്. അത്രയും പെയിൻ സഹിച്ചു നിൽക്കുമ്പോഴും നമുക്കൊരു റീൽ എടുക്കാമെന്ന് പറയണമെങ്കിൽ ശീതൾ ശരിക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ് തന്നത് എന്ന് 7 മാസം ഗർഭിണിയായ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു. അവസാനത്തെ സ്കാനിങ്ങും കഴിഞ്ഞതിന് ശേഷം മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ 25-ന് അഡ്മിറ്റ് ആവാൻ വേണ്ടിയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ജൂൺ 13-ന് രാവിലെ എഴുന്നേറ്റതു മുതൽ ശീതളിന് ചെറിയ അസ്വസ്ഥതകൾ എല്ലാം തോന്നി. ബ്ലീഡിങ് കണ്ടപ്പോഴും വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. 5 തവണ വേദന വന്നതിന് ശേഷവും ആശുപത്രിയിലേക്ക് പോകുമ്പോൾ എടുക്കേണ്ട വിനുവിൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയായിരുന്നു ശീതൾ. 6ാമത്തെ പെയിൻ വന്നപ്പോൾ ഒന്ന് കടിച്ചമർത്തി. പക്ഷേ സെക്കൻഡുകൾ മാത്രമേ ആ പെയിൻ ഉണ്ടാവൂ. പിന്നെ കുറച്ചു നേരത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. പെയിൻ വന്ന് 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ആശുപത്രിയിൽ എത്തണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല എന്ന് ശീതൾ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാം പാക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും 8 തവണ വിട്ടുള്ള വേദന വന്നു. നേരെ ലേബർ റൂമിലേക്ക് കയറ്റി. അവിടെ വച്ചും വേദന വരുന്നുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞു പുറത്തേക്ക് വരാൻ ഇനിയും 2 മണിക്കൂറുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അതുവരെ ബോറടിക്കുന്നു, നമുക്ക് റീൽ എടുക്കാമെന്ന് ശീതൾ വിനുവിനോട് പറയുന്നത്. ഞാൻ പെറ്റിട്ട് വരാം എന്ന് പറഞ്ഞ് വീഡിയോ കുറച്ച് നേരത്തേക്ക് ഓഫ് ചെയ്തു. അരമണിക്കൂറിന് ശേഷം ആളെത്തി. പ്രസവം കഴിഞ്ഞതിന് ശേഷവും ശീതൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. അതൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സിനും കൂടുതൽ പ്രചോദനമായി തോന്നിയത്. ഓരോരുത്തരുടെയും ഗർഭാവസ്ഥയും ശരീരഘടനയും മറ്റു കാരണങ്ങൾ കൊണ്ടും പലതരത്തിലാവാം. ദൈവം സഹായിച്ച് എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിന് വീഡിയോയ്ക്ക് വേണ്ടി ആക്ട് ചെയ്യണം എന്നാണ് ശീതൾ ചോദിക്കുന്നത്. എന്തായാലും വീഡിയോ ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട്.